നമസ്കാരം. വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാം നാരായൺ ഭയ്യാലിന്റെ കുടുംബത്തിന് 10 ലക്ഷത്തിൽ കുറയാത്ത തുക നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായി മന്ത്രി കെ രാജൻ അറിയിച്ചു. കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം നൽകുന്നത് ഗൗരവമായി പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂരിൽ രാം നാരായണന്റെ കുടുംബവുമായും ആക്ഷൻ കമ്മിറ്റിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മന്ത്രിയുടെ പ്രതികരണം. മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ച സാഹചര്യത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങുമെന്നും കുടുംബം അറിയിച്ചു. ചർച്ചയിൽ 10 ലക്ഷം രൂപയിൽ കുറയാത്ത സഹായം വേണമെന്ന് ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടു. അവരുടെ കയ്യിൽ തന്നെ പണം സർക്കാർ എത്തിക്കും. മന്ത്രിസഭയാണ് ഇത് തീരുമാനിക്കേണ്ടത് എന്നതുകൊണ്ടാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്താത്തത്. എങ്കിലും അവർ ഉന്നയിച്ച കാര്യങ്ങളിൽ കുറവ് വരാത്ത വിധം ചെയ്യുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആൾക്കൂട്ടക്കൊല ഇനി ആവർത്തിക്കാത്ത വിധം കർശന നടപടിയെടുക്കുമെന്നും അവരെ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേസിൽ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ വകുപ്പും SC/ST അട്രോസിറ്റീസ് വകുപ്പുകളും ചേർക്കും. തഹസീൻ പൂനാവാല കേസിൽ പറയുന്നത് പോലെയുള്ള ചട്ടങ്ങൾ പാലിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വം നൽകും. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ക്യാബിനറ്റ് എടുത്ത ശേഷം നടപ്പിലാക്കും. മൃതദേഹം എത്രയും പെട്ടെന്ന് ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനം ഒരുക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വിമാനമാർഗം ഇതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കും. ബംഗ്ലാദേശി എന്ന് വിളിച്ചുള്ള ആക്രമണം വംശീയമായ അധിക്ഷേപത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും SIT ഇത് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുമായുള്ള ചർച്ച പോസിറ്റീവായിരുന്നുവെന്നും സമരം അവസാനിപ്പിക്കുകയാണെന്നും ആക്ഷൻ കമ്മിറ്റി പ്രതിനിധി പറഞ്ഞു. നിലവിൽ FIR-ൽ കേവലം കൊലപാതക കുറ്റം മാത്രമാണ് ചേർത്തത്. ആൾക്കൂട്ടക്കൊലയുടെ നിയമവശങ്ങൾ ഉൾപ്പെടുത്തണം. തഹസീൽ പൂനാവാല വിധിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ FIR-ൽ രേഖപ്പെടുത്തണമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നും ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം വാളയാറിലെ ആൾക്കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ RSS ആണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ബംഗ്ലാദേശി എന്ന് വിളിച്ചാണ് കൂട്ട ആക്രമണം നടത്തിയതെന്നും RSS നേതാക്കൾ ഇതിന് നേതൃത്വം നൽകിയെന്നും മന്ത്രി MB രാജേഷും ആരോപിച്ചു. പാലക്കാട് കൊല്ലപ്പെട്ട രാം നാരായണന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരുന്നു. പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. കേരളം പോലെ പരിഷ്കൃത സമൂഹത്തിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തികൾ അംഗീകരിക്കാനാകില്ല. കുടുംബത്തിന് ഉചിതമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം പ്രതികൾ രാം നാരായണനെ ക്രൂരമായി മർദ്ദിച്ചെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. മുതുകിലും മുഖത്തും ചവിട്ടി, വടി ഉപയോഗിച്ച് മുതുകിലും തലയ്ക്കും അടിച്ചുവെന്ന് റിപ്പോർട്ടുണ്ട്. രാം നാരായണന്റെ കുടുംബവുമായി തൃശൂരിൽ മന്ത്രി കെ രാജൻ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ധനസഹായത്തിൽ തീരുമാനമായില്ല. ക്യാബിനറ്റ് തീരുമാനമെടുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. രാം നാരായണന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ബന്ധുക്കൾ സമ്മതം അറിയിച്ചിട്ടുണ്ട്. മൃതദേഹം സർക്കാർ വിമാനത്തിൽ നാട്ടിലെത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപമാനത്താൽ കേരളം തലകുനിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. രാം നാരായണന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും ശക്തമായ നടപടിയെടുക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു.